ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് പ്രോൺസ് വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടായ് പ്രോൺസ് മസാലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടർ നാനിന്റെ കൂടിയും പൊറോട്ടയുടെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ചോറിന്റെ കൂടിയും ഒക്കെ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ മത്സ്യ ഫിഷറീസിൽ നിന്ന് നമുക്ക് പ്രോൺസ് കൊണ്ടുവച്ചിട്ടുണ്ട്. പൂവാലൻ ചെമ്മീനാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. 1 കിലോ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ മത്സ്യ ഫിഷറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരുള്ള സ്ഥാപനമാണ്. മത്സ്യം ക്ലീൻ ചെയ്ത് നമ്മുടെ വീട്ടിലെത്തിച്ച് തന്നെ ഒരു പ്രത്യേകിച്ച് ചാർജസ് ഒന്നും ഈടാക്കുന്നില്ല. അപ്പൊ മത്സ്യ ഫിഷറീസിന്റെ ഫോൺ നമ്പറും ബാക്കി ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ എല്ലാ റെസിപ്പീസും നിങ്ങൾ കാണാട്ടോ. ഫിഷിന്റെ റെസിപ്പീസ്, വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ട് നമ്മുടെ ലിസ്ബി കിച്ചണിൽ. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. കടായ് പ്രോൺസ് ഉണ്ടാക്കാൻ നമുക്ക് കടായ് മസാല വേണം. അപ്പൊ ആ കടായ് മസാലയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത്. വറ്റൽമുളക്, കുരുമുളക്, നല്ല ജീരകം, 1 കഷ്ണം കറുവാപ്പട്ട, കുറച്ച് കറിയാമ്പൂ, ഏലക്കായ. അളവുകൾ ഞാൻ പിന്നീട് പറയാം കേട്ടോ. 5 ടൊമാറ്റോ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. 2 വലിയ സവാള ഞാൻ നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രോൺസ് ആണ് കേട്ടോ അതിരിക്കുന്നത്. 1 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ് ഇരിക്കുന്നത്. അതിന് ഞാനൊക്കെ വലിച്ചു കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് മഞ്ഞളും ഉപ്പും വിനീഗറും കൂടി ഞാൻ തിരുമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ 1 തുടം വെളുത്തുള്ളിയും പിന്നെ 2-3 കുഞ്ഞു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ക്രഷ് ചെയ്ത് വരുമ്പോ 2 ടീസ്പൂൺ ഉണ്ടായാൽ മതി. സോൾട്ട് വേണം, കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ കുറച്ച് വേണം. നമ്മള് കടായി പ്രോൺസ് കടായി ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ വറ്റൽമുളക് 1 8 എടുത്തിരിക്കുന്നത്. കുരുമുളക് 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. നല്ല ജീരകവും അതേപോലെ 1 ടീസ്പൂൺ. പിന്നെ ഏലക്കായ 2 കറുവാപ്പട്ട 1 ചെറിയ കഷ്ണം, കറിയാമ്പൂ 8 പീസ് കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയാൽ മതി. ഇതൊന്ന് ചൂടായിട്ടുണ്ട്. ഒന്ന് ചൂടാറട്ടെ. ഞാൻ ഈ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് വെക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. കടായിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോയില് പകുതി ടൊമാറ്റോ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ തക്കാളി നന്നായി എണ്ണ തെളിഞ്ഞു വരുന്ന വരെ നമ്മൾ വഴറ്റിയെടുക്കേണ്ടതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഈ മസാല നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പൊ ഇത് ഒന്ന് നന്നായിട്ട് വഴന്നിട്ട് ഇതിലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഓയില് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മള് പ്രോൺസ് ഇട്ട് കൊടുത്ത് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. പ്രോൺസ് നമ്മള് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അതിലേക്ക് ഒരു 2 മിനിറ്റ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് അധികം ഫ്രൈ ആയിട്ടില്ല, ലൈറ്റായിട്ടൊന്ന് ചൂടായിട്ടുള്ളൂ പ്രോൺസ്. നമുക്ക് ഇതും നമ്മുടെ ഒരു പാത്രത്തിലേക്ക് തന്നെ, അത് ടൊമാറ്റോ നമ്മൾ ഇട്ട ആ സെയിം പാത്രത്തിലേക്ക് തന്നെ മാറ്റി. വീണ്ടും നമ്മള് കുറച്ച് എണ്ണ ഒഴിക്കാണ്. അപ്പൊ 3 സ്റ്റെപ്പായിട്ടാണ്, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഇതിൽ നമ്മള് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ.
സവാള നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ആയി വരണം. ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം നമുക്ക്. അതുപോലെ ബാക്കിയുള്ള ടൊമാറ്റോ പൂരിയാക്കി എടുക്കണം. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. ഇതും നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം കേട്ടോ. ഇനി ഇതിൽ നമ്മൾ ടൊമാറ്റോ പൂരിയാക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരണം, അതായത് ടൊമാറ്റോയുടെ വെള്ളം ഒന്ന് വറ്റി വരണം കേട്ടോ. അപ്പൊ അത് വരെ, അതായത് എണ്ണ ഒന്ന് തെളിഞ്ഞു വരും നമ്മൾ വഴറ്റി വരുമ്പോ. അപ്പൊ അതുവരെ ഒന്ന് നമുക്ക് ഇറക്കി കൊടുക്കാം. അപ്പൊ ടൊമാറ്റോ കുക്കായിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ഇടുന്നത് കേട്ടോ. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. നേരത്തെ കുരുമുളകിന്റെയും പിന്നെ വറ്റൽമുളകിന്റെയും എരിവുണ്ട് കേട്ടോ നമ്മൾ മസാലയില്. അപ്പൊ അതുകൊണ്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കൂടുതൽ വേണമെങ്കിൽ ഇത്തിരി എരിവ് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾ ആഡ് ചെയ്തോളൂ. പൊടിച്ചു വെച്ച കടായി മസാല. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്രേവിയിലേക്കുള്ള സോൾട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചെമ്മീനിൽ നേരത്തെ ഉപ്പ് തിരുമ്പി വെച്ച കാരണം അതില് സോൾട്ട് ഉണ്ട്, പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ ആദ്യം വഴറ്റി വെച്ചില്ലേ ആ ടൊമാറ്റോ, അതിന്റെ കൂടെ തന്നെ പ്രോൺസ്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതനുസരിച്ച് കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു സെമി ആ ഗ്രേവി ഒരു ഇതിലാണ് എടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ്, അതായത് നമ്മുടെ പ്രോൺസ് ഒന്ന് വേവണം, അത്രേ ഉള്ളൂ. 2-3 മിനിറ്റ് കൂടി വേവിക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അപ്പൊ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചെമ്മീനൊക്കെ കുക്കായിട്ട് എണ്ണ തെളിഞ്ഞിങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. ഈസിയാണ്. കോക്കനട്ടും അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട. നല്ല തിക്ക് ഗ്രേവി ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഗ്രേവിയോട് കൂടിയോ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ.